ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമ്മൾ 9th സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് ട്ടോ നോക്കുന്നത്. 4ാമത്തെ ചാപ്റ്റർ ആയ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്നുള്ള ചാപ്റ്റർ ആണ് ഇന്ന് നോക്കുന്നത് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ള, അതായത് നമുക്ക് എക്സാമിന് പഠിക്കാനുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ PSC പരീക്ഷകളിൽ കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. അപ്പൊ ഇത് നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു വലിയ രാജ്യമാണ് അല്ലെ. അപ്പൊ ഇത്രയും വലിയൊരു രാജ്യം ഒരൊറ്റ കേന്ദ്രത്തിൽ ഇരുന്ന് മാത്രം ഭരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇന്ത്യയിൽ ഒരു ഫെഡറൽ സംവിധാനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു അധികാര വിന്യാസത്തെ പറ്റി, അതായത് രാജ്യത്തിന് മുഴുവനായും ഒരു കേന്ദ്ര ഗവൺമെന്റും ഓരോ പ്രദേശത്തിനുമായിട്ട് സംസ്ഥാന ഗവൺമെന്റും, ഇതാണ് ഫെഡറൽ സിസ്റ്റം നമുക്കറിയാം. ഈ ഒരു അധികാര വിന്യാസത്തെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് വരാനുള്ളത്. അതുകൊണ്ട് ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകട്ടോ. ഫസ്റ്റ് തന്നെ എന്താണ്, സ്വതന്ത്ര പുലരിയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തത് കേട്ടോ. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമായില്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായി സ്വയം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അപ്പൊ ഇതെന്താണ്, സ്വാതന്ത്ര്യം കിട്ടിയ ആ രാത്രിയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. വൈദേശിക ഭരണത്തിന്റെ കെടുതികൾ കുടഞ്ഞെറിഞ്ഞ് പ്രതീക്ഷാ നിർഭരവും ഉത്തരവാദിത്വപൂർണവുമായ പാതയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു നൽകുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വലുതും പ്രധാനപ്പെട്ടതുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ വിവേചനപരവും ജനാധിപത്യ വിരുദ്ധവും നീതിരഹിതവുമായ നടപടികൾക്ക് ജനങ്ങൾ വിധേയമാക്കപ്പെട്ടിരിക്കുന്നു. അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും മറ്റ് സാമൂഹിക ദുരാചാരങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ആധുനിക സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇവയ്ക്കെല്ലാം പരിഹാരമാകുന്ന ഒരു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര സംവിധാനവും ഉണ്ടാകണമെന്ന ചിന്ത നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ആമുഖം പോലെ കൊടുത്തിട്ടുള്ളതാണ്, ജസ്റ്റ് വായിച്ചതേ ഉള്ളൂ. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് വേണ്ടി നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. അപ്പൊ എന്തൊക്കെയാണ് ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്രവും? ഇതിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും കേട്ടോ. അപ്പൊ സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു? ജനാധിപത്യ ഭരണക്രമവും ഇതുപോലെ ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഇനി ലക്ഷ്യപ്രമേയം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലക്ഷ്യപ്രമേയത്തിൽ നിന്നും ഭരണഘടനയിലേക്ക് ലക്ഷ്യപ്രമേയം കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ് ആണ്. ഇനി എന്താണ്, സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറാകുന്ന ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിനു മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായ സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഇത്രയും ഇതെന്താണ് ലക്ഷ്യപ്രമേയം, അതായത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലുള്ളതാണ് കേട്ടോ. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ചില ആശയങ്ങളാണ് ഇവിടെ കൊടുത്തത് കേട്ടോ. എന്നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? 1946 ഡിസംബർ 13. ഓക്കെ,
ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊള്ളിയിരിക്കുന്നത്. അപ്പൊ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള ഏതൊക്കെ ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ അവസര സമത്വം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെ പറയാം? സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് അല്ലെ, അതുപോലെ ജലങ്ങളാണ് എല്ലാ അധികാരങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നുണ്ട്. അതുപോലെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, പിന്നെ പദവി സമത്വം, നിയമത്തിന് മുന്നിലുള്ള സമത്വം, അതുപോലെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ, ഇതൊക്കെയാണ് എന്ത് ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളിൽ നിന്നും ലക്ഷ്യപ്രമേയത്തിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഭരണഘടനയുടെ ആമുഖം കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കേ. എന്താണ് തുടങ്ങുന്നത്? ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം, അപ്പൊ ഇത് ഈ ഒരു ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് കേട്ടോ, പസോമജറി എന്ന് പഠിക്കാം. ഈ സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും അതായത് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവവും തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെ വാക്കുകളാണ് ഇതിൽ? നീതി, സ്വാതന്ത്ര്യം, സമത്വം അല്ലെ, നീതി, സ്വാതന്ത്ര്യം, സമത്വം. അതുപോലെ തന്നെ ഇവിടെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ഭരണഘടനയുടെ ആമുഖത്തിലുള്ള ഒരേ ഒരു ഡേറ്റ് ഏതാണ്? 1949 നവംബർ 26 കേട്ടോ. അപ്പോൾ 1976 ഭരണഘടനാ ഭേദഗതി 42 ഭേദഗതിയാണ് 1976 42 ഭേദഗതി പ്രകാരം ആക്ട് 2 വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം എന്താണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റിട്ടോ. എന്താണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. അതുപോലെ തന്നെ എന്താണ്? ഈ മേൽപ്പറഞ്ഞ ആക്ട് 2 വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം എന്താക്കി? ദേശീയ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റിട്ടോ. അപ്പൊ ഇവിടെ ചോദിക്കാറുള്ളത് 1976 42 ഭേദഗതി പ്രകാരം ആമുഖത്തില് പുതുതായി 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. അവ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ? സോഷ്യലിസം, മതനിരപേക്ഷത, അഖണ്ഡത കേട്ടോ. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി, ഇതിന്റെ കൂടെ പഠിക്കാനുള്ളതാണ് കേട്ടോ. സോഷ്യലിസം, മതനിരപേക്ഷത, അഖണ്ഡത അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി, ഈ 3 വാക്കുകളാണ് 1976 ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി ലക്ഷ്യപ്രമേയത്തിൽ അവതരിപ്പിക്കപ്പെട്ട എന്തെല്ലാം ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് താരതമ്യം ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ പരമാധികാരം ജനങ്ങൾക്ക് എന്ന് പറയുന്നത് ഇന്ന് ഏതൊക്കെയാണ്? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കിലെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യയെ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. പിന്നെ നീതിയിലെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതി പറയുന്നുണ്ട്. പിന്നെ സ്വാതന്ത്ര്യം, ചിന്ത, അതുപോലെ പ്രകടനം, വിശ്വാസം, ആരാധന എന്നിവയ്ക്കൊക്കെയുള്ള സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ സമത്വം, പിന്നെ സാഹോദര്യം, വ്യക്തിഗൗരവവും ദേശീയ ഐക്യവും ഉറപ്പുവരുത്തുന്ന സാഹോദര്യത്തിനെ പറ്റിയും പറയുന്നുണ്ട്. ലക്ഷ്യപ്രമേയത്തിലെ വിവിധ ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമായല്ലോ. ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, ലക്ഷ്യങ്ങൾ തുടങ്ങിയവ സാക്ഷാത്കരിക്കുന്നതിന് ഭരണഘടനയിലെ വ്യവസ്ഥകൾ എത്രമാത്രം പര്യാപ്തമാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇനി ഭരണഘടനയുടെ സവിശേഷതകളാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണെന്ന് അതാണ് ഇന്ത്യൻ ഭരണഘടന. ഓക്കെ, അപ്പൊ 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് കേട്ടോ നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണം പൂർത്തിയായത്. 1949 നവംബർ 26 അംഗീകരിച്ച് നിയമമായി. ഓക്കെ, ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാണ് ഭരണഘടനയെ അംഗീകരിച്ചത്? 1949 നവംബർ 26 ഓക്കെ,
നിയമമാക്കി നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിലെ 22 ഭാഗങ്ങളിലായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, 1950 ജനുവരി 26-ന് നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായി മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായി തുടരുന്നു. അപ്പൊ ഇത് പൂർത്തിയായപ്പോൾ, അതായത് ഭരണഘടനാ നിർമ്മാണം പൂർത്തിയായപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളിലായിട്ട് 395 വകുപ്പുകളും 8 പട്ടികകളുമായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പം എന്താണ് മാറ്റുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം ഉള്ളതാണ് പറയുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുകെ പിടിച്ചതും ലക്ഷ്യപ്രമേയത്തിൽ സൂചിപ്പിച്ചുമായ നിരവധി ആശയങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട്. വിശദമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം തയ്യാറാക്കപ്പെട്ട ഭരണഘടനയുടെ സവിശേഷതകളാണ് ഇനി പറയാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ നോക്കാം. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത് കേട്ടോ. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖയാണ്. രാജ്യത്തിനെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കമാണ് ഭരണഘടനയിലുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. ഓക്കെ, രണ്ടാമത്തത് പാർലമെന്ററി ജനാധിപത്യം. കാര്യനിർവഹണത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രത്യേകത. എന്താണ് പറഞ്ഞത്? കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അടുത്തത് ദൃഢവും അയവുള്ളതുമായ ഘടനയാണ് കേട്ടോ. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളാണിത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കർത്തവ്യങ്ങളിൽ പറയുന്നത്. നെക്സ്റ്റ്, മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഭാവി രാഷ്ട്രത്തിലെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. അടുത്തത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ അല്ലെങ്കിൽ ലോകസഭ. നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ, രാജ്യസഭ എന്നിങ്ങനെ 2 സഭകളാണ് നമ്മുടെ നമ്മളെ നയിക്കുന്നത് അല്ലെ. ഇനി അടുത്തത് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷാധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കട്ടോ. എന്താ പറഞ്ഞാൽ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിലുമായിട്ട് വേർതിരിച്ചിട്ടുണ്ട് എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷാധികാരങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സ്വാതന്ത്ര്യവും നിക്ഷിപ്തവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനമാണ് നമുക്കുള്ളത്. അത് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളാണ്. അടുത്തത് ഇന്ത്യൻ ഫെഡറലിസം. ഭരണഘടനയുടെ സവിശേഷതയെക്കുറിച്ച് ക്ലാസ്സിൽ അവതരിപ്പിച്ച സെമിനാർ പ്രബന്ധത്തിലുള്ള ഭാഗങ്ങളാണ്. നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും ഐക്യവും ഒരുപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. കൂടാതെ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുന്നതിനും ഇത്തരമൊരു ഭരണക്രമീകരണം പ്രയോജനപ്പെടുന്നു. ഭരണത്തിന്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്ന ഈ ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഫെഡറലിസം എന്ന ആശയത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് പറയുന്നത്. അപ്പം ഈ ഒരു എന്താ ഇവിടെ ചോദിച്ചിട്ടുള്ളത്, മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രബന്ധ ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഫെഡറൽ സംവിധാനം സ്വീകരിക്കാനുള്ള കാരണങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിൽ അധികാരം പങ്കിടുന്നതിലൂടെ ജനാധിപത്യം ഊട്ടിയുറപ്പിക്കുന്നതിന്. അതുപോലെ പിന്നെന്താണ്, രാജ്യത്തിനെ വൈവിധ്യവും ഐക്യവും ഒരുപോലെ പരിപാലിക്കുന്നതിന് അല്ലെ. രാജ്യത്തിനെ വൈവിധ്യവും ഐക്യവും ഒരുപോലെ പരിപാലിക്കുന്നതിന്. അതുപോലെ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന്.
നെക്സ്റ്റ് വിഘടനവാദ പ്രവണതകളെയൊക്കെ ഫലപ്രദമായിട്ട് ചെറുക്കുന്നതിന്, അതുപോലെ ഭരണത്തിന്റെ വിവിധ തലങ്ങളെ കോർത്തിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്ന കേട്ടോ. അതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനൊക്കെ ഈ ഒരു ഫെഡറൽ സംവിധാനം ഉപകരിക്കും. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം രണ്ടു തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണിത്. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായിട്ട് കണക്കാക്കുന്നത് എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടനയാണ് എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ഇവയൊക്കെയാണ് എന്ത് ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായിട്ട് കണക്കാക്കുന്നത്. ഇനി നമ്മുടെ ഭരണഘടനയുടെ ഭാഗം 1 കൊടുത്താണ് യൂണിയനും അതിന്റെ ഭൂപ്രദേശങ്ങളെ പറ്റിയാണ് നമ്മുടെ ഭരണഘടനയുടെ ഭാഗം 1 പറയുന്നത്. യൂണിയന്റെ പേരും ഭൂപ്രദേശവും. ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ തന്നെ സംസ്ഥാനങ്ങളും അവയുടെ രണ്ടാമത്തെ അനുച്ഛേദത്തിൽ എന്താ പറയുന്നത്? സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ്. അപ്പൊ അനുച്ഛേദം 3 പറയുന്നത് ഭാരതത്തിന്റെ ഭൂപ്രദേശത്തെ പറ്റിയാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെ പെടും? സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും, അതുപോലെ 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും, ആർജിക്കുന്ന മറ്റു പ്രദേശങ്ങളും അടങ്ങിയതാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം അനുച്ഛേദം നിങ്ങൾ വായിച്ചുവല്ലോ. ഇത് പ്രകാരം ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രം എന്ന് പരാമർശിക്കുന്നില്ല. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഭരണഘടനയിൽ ഒരു സ്ഥലത്തും എന്താണ് ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പറയുന്നില്ല. ഇന്ത്യ എന്താ പറയുന്നത്? ഇന്ത്യ അതായത് ഭാരതം സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ സാമൂഹികവും പ്രാദേശികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് നാം ഫെഡറൽ സംവിധാനം സ്വീകരിച്ചത്. ഓക്കെ, അപ്പൊ ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കട്ടോ. അപ്പൊ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളിൽ ചിലതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന. ഓക്കെ, അതുപോലെ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. അധികാര വിഭജനത്തിൽ കൂടുതലും വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിനാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ് അർദ്ധ ഫെഡറൽ സംവിധാനം. ഇതൊക്കെ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകളാണ് കേട്ടോ. ഓക്കെ, ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് ജസ്റ്റ് എന്താണ് ഇതൊരു ഡൗട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ ഇതൊന്ന് പഠിക്കട്ടോ. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ടൊരു പൊതു ഭരണഘടന, അതുപോലെ ഏക പൗരത്വം, ഭരണഘടനയുടെ പരമാധികാരം. ഓക്കെ, അതുപോലെ അർദ്ധ ഫെഡറൽ സംവിധാനമാണ്. അതുപോലെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിനാണ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തരത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇടയിൽ വിഭജിച്ച് നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ 7-ാം പട്ടിക നമുക്ക് പരിശോധിക്കാം. അപ്പൊ അധികാര വിഭജനത്തെ പറ്റി ഭരണഘടനയുടെ 7-ാം പട്ടികയിലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ്, അവശേഷിക്കുന്ന അധികാരങ്ങൾ. അപ്പൊ ഇത് നമ്മുടെ PSC എക്സാമിന് കൂടുതലായിട്ടും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ഇത്. ഏതൊക്കെ കാര്യങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്, ഏതെങ്കിലും ഒരു വിദേശകാര്യം തന്നെ അത് ഏത് ലിസ്റ്റിനാണ് ഉൾപ്പെടുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണിത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു? 97 വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഭരണഘടന പൂർത്തിയായപ്പോൾ. ഉദാഹരണം എന്തൊക്കെയാണ്? വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം, ഇതൊക്കെ എന്ത് പെടുന്നതാണ്? യൂണിയൻ ലിസ്റ്റ് പെടുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് സംസ്ഥാന ലിസ്റ്റ് അല്ലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്താണ്? സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് ഇത്. തുടക്കത്തിൽ ഇതിൽ 66 വിഷയങ്ങളായിരുന്നു സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്.
എക്സാമ്പിൾ ആയിട്ട് കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്? സംസ്ഥാന ലിസ്റ്റിലുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് സമവർത്തി ലിസ്റ്റ് അല്ലെ കൺകറന്റ് ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനും അധികാരമുണ്ട്, സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളാണ് ഈ ഒരു കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് കേട്ടോ. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ ഇതൊക്കെ എന്താ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ് കേട്ടോ. അടുത്തത് അവശേഷിക്കുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയും ട്ടോ. അതിലെ മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്തതായ വിഷയങ്ങളെ അവശേഷിപ്പിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവയിലെ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പൊ ഇവയുടെ ഇപ്പൊ അവശിഷ്ട അധികാരങ്ങളിലെ നിയമനിർമ്മാണ അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ് ട്ടോ. ഡൗട്ട് ഉണ്ടാവേ, മനസ്സിലാക്കുക. കേന്ദ്ര ഗവൺമെന്റിനാണ് അവശിഷ്ട അധികാരങ്ങളിലുള്ള നിയമനിർമ്മാണ അധികാരം. അപ്പൊ സൈബർ നിയമങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? അവശിഷ്ട അധികാരം അല്ലെങ്കിൽ അവശേഷിക്കുന്ന അധികാരത്തിൽ വരുന്നതാണ് സൈബർ നിയമങ്ങൾ. അപ്പൊ സൈബർ നിയമങ്ങള് നിയമനിർമ്മാണത്തിനുള്ള അധികാരം ആർക്കാണുള്ളത്? കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇനി ഇവിടെ കേരളത്തിലേക്ക് ഇനി കുറച്ചിവിടെ എന്താ ന്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഏതിൽ വരുന്നതാണെന്ന് കുട്ടികളോട് വർക്കായിട്ട് കൊടുത്താണ് കേട്ടോ. ഇനി ഇവിടെ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതി നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് കൊടുത്തത്. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിൽ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ആവശ്യകതയെ പറ്റിയിട്ടാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഈ ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടോ. അധികാരം വേർതിരിക്കൽ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് 3 വിഭാഗമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. നമ്മുടെ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്ന അധികാരം വേർതിരിക്കൽ സംവിധാനത്തെ കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ നിരീക്ഷണം ശ്രദ്ധിച്ചുവല്ലോ. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെന്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞത്. ഇനി നിയമനിർമ്മാണ സഭ, ലെജിസ്ലേറ്ററിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് എന്നാണ് കേട്ടോ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് എന്നാണ്. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം? എന്താണ്? രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുക എന്നാണ്. ഓക്കെ, വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോക്സഭ, രാജ്യസഭ എന്നീ 2 സഭകളുള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. വലിപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിർമ്മാണ സഭയെ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും, അതായത് ജനങ്ങളെയും പ്രദേശങ്ങളെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിന് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലാണ്. ഇനി ഇവിടെ നിയമനിർമ്മാണ സഭയുടെ ചുമതലകളാണ് കേട്ടോ നോക്കുന്നത്. അതായത് പാർലമെന്റിന്റെ ചുമതലകള് എന്താണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട ധർമ്മം നിയമനിർമ്മാണമാണെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാ? പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുന്നു. പിന്നെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാകുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഇതൊക്കെ എന്താണ്? പാർലമെന്റിന്റെ പ്രധാന ചുമതലകളാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇനി പാർലമെന്റിൽ 2 സഭകളാണെന്ന് പറഞ്ഞു അല്ലെ, ദ്വിമണ്ഡല നിർമ്മാണ സഭ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ 2 സഭകളായ ലോകസഭകളുടെയും രാജ്യസഭകളുടെയും സവിശേഷതകളാണ് നോക്കാനുള്ളത്. ലോകസഭയാണ്. പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് ലോകസഭ. ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാർലമെന്റിന്റെ അധോ മണ്ഡല സഭ എന്നറിയപ്പെടുന്നത് ലോകസഭ. ഓക്കെ, ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം
ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പൊ 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പൊ ലോകസഭയിലേക്ക് മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാകണം? 25 വയസ്സ് പൂർത്തിയായ വ്യക്തികൾക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. ലോകസഭയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് കേട്ടോ. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ലോകസഭയുടെ പരമാവധി അംഗബലം എത്രയാണ്? 550 ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരെ. എന്നാൽ നിലവിൽ 543 2023 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ 543 അംഗങ്ങളാണ് ഉള്ളത്. ഓക്കെ. ലോകസഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. ഒരു പാർട്ടിക്കോ സംഘത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സംഘത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്. ലോകസഭയുടെ അധ്യക്ഷനാരാണ്? സ്പീക്കറാണ്. ഓക്കെ. ലോകസഭയുടെ അധ്യക്ഷനാരാണ്? സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിലാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു, പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നെക്സ്റ്റ് രാജ്യസഭയെ കുറിച്ചാണ്. പാർലമെന്റിന്റെ ഉപരിസഭ, നമ്മൾ ലോകസഭ എന്താ പറയുന്നു? അധോസഭ എന്ന് പറഞ്ഞു. രാജ്യസഭയെ എങ്ങനെ അറിയപ്പെടുന്നത്? ഉപരിസഭ എന്നാണ് കേട്ടോ. പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA മാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം നമ്മള് ലോകസഭയിലേക്ക് എന്തായിരുന്നു? ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ ഇവിടെ എന്താണ്? നമ്മൾ തെരഞ്ഞെടുത്ത MLA മാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പൊ ലോകസഭയിലേക്ക് എത്രയായിരുന്നു? 25 വയസ്സാണ് പറഞ്ഞത്. രാജ്യസഭയിൽ മാറ്റമുണ്ട്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്കാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുള്ളത്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് കേട്ടോ. ലോകസഭന്റെ കാലാവധി 5 വർഷമാണെന്ന് പറഞ്ഞു. എന്നാൽ രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി എത്രയാണ്? സഭയിലെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ അധ്യക്ഷനാരാണ്? ഉപരാഷ്ട്രപതിയാണ്. എന്നാൽ ലോകസഭയുടെ അധ്യക്ഷൻ നമ്മൾ പറഞ്ഞു സ്പീക്കർ ആയിരുന്നു. ഓക്കെ. അപ്പൊ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കട്ടോ. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ഓക്കെ. ഇതിൽ 238 പേരെ തെരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ 250 പേരാണ് പരമാവധി അംഗബലം. അതിൽ 238 പേരെ തെരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ് കേട്ടോ. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. ഓക്കെ. അപ്പൊ ലോകസഭയുടെയും രാജ്യസഭയുടെയും സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ. ഇനി ഇവിടെ രണ്ടിന്റെയും വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കുട്ടികൾക്ക് ഇവിടെ എഴുതാനുള്ള വർക്കാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ. ബാക്കി നമുക്ക് ഇതിനെ നെക്സ്റ്റ് പാർട്ട് ആക്കിയിടാം കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.